Hi friends, welcome back to Valmax. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഒരുവിധപ്പെട്ട ഭാഗങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ തീം ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ വൂക്കോമേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ച് വെക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ഒന്ന് ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒന്ന് നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യും, അതായത് നമ്മൾ നോർമൽ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യും. പിന്നെ ഒരെണ്ണം നമ്മൾ അഫിലിയേറ്റഡ് പ്രോഡക്റ്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും ആഡ് ചെയ്യുന്നത് ഇന്ന് ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് വൂക്കോമേഴ്സിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതിനുശേഷം മാക്സിമം നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമൈസേഷൻ, അതായത് തീം ഒന്ന് എങ്ങനെയൊക്കെയാണ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് കാണിച്ചു തരിക. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും, പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് മാത്രമായിട്ട്. കാരണം നമ്മളിത് കൊച്ചു പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്തു വെച്ചത് ഇങ്ങനെയാണ്. ഒന്ന് നമ്മൾ വൂക്കോമേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, പിന്നെ നമ്മൾ തീം ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ തീം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സ്റ്റോർവില്ല എന്ന് പറയുന്നൊരു തീമാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റോർവില്ല എന്ന് പറയുന്ന തീമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നമ്മൾ ഫ്ലിപ്കാർട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഒരുപാട് കാറ്റഗറീസ് പ്രോഡക്റ്റ് ഇതെന്ന് പറഞ്ഞ് നിറച്ച് വെച്ചേക്കണമെങ്കിൽ ആ ഒരു സൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കും അതേ കണക്ക് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ കാറ്റഗറി, ഇവിടെ അത്രയും നമുക്ക് കാറ്റഗറികൾ വയ്ക്കണം. അതായത് ഇവിടെ ഇവർ കാണിച്ചിരുന്ന ഇലക്ട്രോണിക്സ്, ടി വി അപ്ലയൻസസ്, മെൻ, വുമൺ, ബേബി ആൻഡ് കിഡ്സ്, അങ്ങനെ ഒരുപാട് മെനൂസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കും ഇവിടെ മെനൂസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ഇതേ കണക്ക് നമുക്കും ഓരോരോ പ്രോഡക്റ്റുകളും ഇതൊക്കെ ആഡ് ചെയ്ത് ഇവിടെ കാണിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് പ്രോഡക്റ്റുകളാണ്. അപ്പം ഇവിടെ ഞാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് കാണിച്ചു തരും. ഒന്ന് നോർമലായിട്ട് നിങ്ങളുടെ കയ്യിലൊരു ഷോപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പിൻ്റെ അകത്ത് ഷോപ്പിലുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. അതെല്ലാം നിങ്ങൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൻ്റെ പ്രോഡക്റ്റുകൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം എന്നുള്ളൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ച് പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഫുള്ള് നല്ല രീതിയിൽ ഇത് മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടും. ഭാവിയിൽ ഇപ്പോൾ നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിച്ച് ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെ ഫ്ലിപ്കാർട്ട് പോലെ അല്ലെങ്കിൽ നല്ലൊരു ഇ-കൊമേഴ്സ് സൈറ്റ് നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു ഇലക്ട്രോണിക്സിൻ്റെ അപ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് മെൻസിൽ നോക്കാം ഏതാണെന്ന് ഉള്ളതെന്നുള്ളത്. അപ്പം മെൻസ് ക്ലോത്തിങ്, ടീഷർട്ട്, ജീൻസ്, ബെൽറ്റ്, ഫുഡ്വെയർ, ക്ലബ്, ടിമ്മർ, ഷേവേഴ്സിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഒരു ഷേവർ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്കിന്ന്, അതായത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഓക്കെ, നെറ്റ് സ്ലോ ആണ് ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഓണായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മളിന്ന് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ഷേവറാണ്. അപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ 1995 രൂപയാണ്. ഇപ്പോൾ പ്രൈസിൽ 999 രൂപയ്ക്ക് ഇത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനമാണ് നമ്മളെ ഷോപ്പിലും ഇതേ കണക്കൊരു സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് നമ്മളൊന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, കോപ്പി. അതിനുശേഷം നമ്മൾ ഓൺലൈൻ സ്റ്റോറിലോട്ട് വരികയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഓൺലൈൻ സ്റ്റോറിൻ്റെ ബാക്കെൻഡ്. അതിൻ്റെ അകത്ത് വൂക്കോമേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടെ നിങ്ങൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആ വൂക്കോമേഴ്സിൻ്റെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആഡ് ന്യൂ പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആഡ് ന്യൂ പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പ്രോഡക്റ്റ് നെയിം എന്താണെന്നുള്ളത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ പ്രോഡക്റ്റിൻ്റെ പേര് നമ്മൾ ഇട്ടു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളതിൻ്റെ പ്രൈസ് ഇപ്പോൾ 1995 രൂപയാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ വേണ്ടേ. നമ്മൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യാം. ആമസോണിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ
ഓക്കെ, എന്തായാലും ഇവിടെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഉള്ളത് നമുക്കങ്ങ് കോപ്പി ചെയ്യാം. Ctrl+C. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇത്രയും നമ്മൾ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. അതിന് കഴിഞ്ഞ ശേഷം സിമ്പിൾ പ്രോഡക്റ്റാണ്. റെഗുലർ പ്രൈസ്, ഇതിൻ്റെ പ്രൈസ് ഇവിടെ തന്നിരിക്കുന്നത് റെഗുലർ പ്രൈസ് ഉള്ളത് 1995 രൂപയാണ്. അപ്പം പ്രൈസ് 999 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ കാണുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. 1995 രൂപയാണ് എൻ്റെ ഒറിജിനൽ പ്രൈസ്, 999 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ റെഗുലർ പ്രൈസ് അടിക്കുന്നു 1999, സെയിൽ പ്രൈസ് 999. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ സെയിൽ പ്രൈസ്. ബാക്കി ഇതിനകത്ത് ഈ വൂക്കോമേഴ്സിനായിട്ട് ഞാൻ പ്രത്യേക ഒരു വീഡിയോ നിങ്ങൾക്ക് ഉണ്ടായി കാണിച്ചത്. ഇൻവെൻട്രി എന്താണ്, ഷിപ്പിംഗ് എന്താണ്, ലിങ്ക് പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി ഇവിടെ സെറ്റ് പ്രോഡക്റ്റ് ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈഡിലാണ്, അതായത് വലത്തെ സൈഡിൽ സെറ്റ് പ്രോഡക്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇമേജ് വേണമല്ലോ. അപ്പോൾ നമുക്ക് സേവ് ഇമേജ് കൊടുക്കാം. ഡെസ്ക് ടോപ്പിൽ തന്നെ സേവ്. പിന്നെ അതായത് നമ്മൾ രണ്ട് ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് സെറ്റ് പ്രോഡക്റ്റ് ഇമേജ്, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലോഡ് ഫയൽസ്, സെലക്ട് ഫയൽ. അതിനുശേഷം ഞാനിവിടെ ഡെസ്ക് ടോപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെസ്ക് ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. 1, 2, നമ്മൾ 2 ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് പ്രോഡക്റ്റ് ഇമേജ് കൊടുത്തു. അതിനുശേഷം ആഡ് എ പ്രോഡക്റ്റ് ഗാലറി ഇമേജ്, ഇവിടെ നമുക്ക് ഇത് രണ്ടും കൊടുക്കാം. ഓക്കെ, രണ്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആഡ് എ പ്രോഡക്റ്റ് ഗാലറി എന്നുള്ളത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണും. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിന് ഒരു കാറ്റഗറി കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഈ സൈഡിൽ തന്നെ ഉണ്ട്. ആഡ് ന്യൂ കാറ്റഗറി കൊടുത്തിട്ട് നമ്മളിത് ഷേവർ, ഇലക്ട്രോണിക്സിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഷേവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കണം. ഷേവർ. ഓക്കെ, പാരൻറ്റ് കാറ്റഗറി നമുക്കൊരെണ്ണം ഉണ്ടാക്കാം. ഓക്കെ, എന്തായാലും ആഡ് ന്യൂ കാറ്റഗറി കൊടുക്കുകയാണ്. ഷേവർ എന്ന് പറയുന്ന സംഭവം കൊടുത്തു. ഇവിടെ പാരൻറ്റ് കാറ്റഗറി കൊടുക്കണമായിരുന്നു, സാരമില്ല, അത് നമുക്ക് ഭാവിയിൽ അത് ശരിയാക്കി എടുക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പബ്ലിഷ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോർമൽ എന്താണ് ഷോപ്പിലുള്ള ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ഇവിടെ ഒന്ന് നോക്കാം വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ ഒന്നും വന്നിട്ടില്ല. എല്ലാം ഇവിടെ നമ്മളെ ഈ ഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്തായിരിക്കും കിടക്കുന്നത്. ഇവിടെ അതൊക്കെ നമുക്ക് മാറ്റണം, കാരണം ഒരുപാട് പ്രോഡക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണിച്ച് തരാൻ പറ്റുള്ളൂ. അതായത് മെയിൻ പേജ്, അതായത് ഇതേപോലുള്ളൊരു പേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഫ്ലിപ്കാർട്ട് പോലെ നമുക്ക് ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ആൾറെഡി ഇതിനകത്ത് വേണം. ഇതിപ്പം കിടക്കുന്നത് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ അകത്താണ് ഇത് കിടക്കുന്നത്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ 1999 രൂപയ്ക്കാണ് വില, പക്ഷേ അതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് 999 രൂപയ്ക്കാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവ്യൂസ് ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ റിവ്യൂസ് വരും. അത് നമുക്ക് ഇവിടുന്ന് ആഡ് ടു കാർട്ട് കൊടുക്കാം. കാർട്ട് കൊടുക്കാൻ നേരത്ത് എന്താണ് ബാക്കി നോർമലി എങ്ങനെയാണോ ഒരു ഇത് നടക്കണം അതേപോലെയൊക്കെ പോകും മുമ്പോട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇമേജ്, പ്രോഡക്റ്റ്, ഗാലറി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇങ്ങനെയാണ് ഒരു നോർമൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് അപ്ഡേറ്റ് കൊടുത്ത് ഇനി നമുക്ക് ആഡ് ന്യൂ പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ വേറൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം എനിക്ക് ആമസോൺ അസോസിയേറ്റ്സിലാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഐഫോൺ നോക്കാം. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഫിലേറ്റഡ്, അതായത് നമ്മൾ അഫിലേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അഫിലേറ്റഡ് പ്രോഡക്റ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഫിലേറ്റഡ് പ്രോഡക്റ്റിൻ്റെ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന ലിങ്ക്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ iPhone 6 ആണ്, നമ്മൾ ആപ്പിൾ iPhone 6ൻ്റെ ഒരു അഫിലേറ്റഡ് ലിങ്കാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ വേണം. അപ്പോൾ ആപ്പിൾ iPhone 6 Gold 32, അത് ഏതാണോ അതിൻ്റെ ഹെഡിങ് അതേ നമുക്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ആഡ് ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നു. ഇവിടെയും സെയിം അതിൻ്റെ പേര് കൊടുക്കുക, Ctrl+V. അതിനുശേഷം നമുക്ക് ഇതിനൊരു പ്രോഡക്റ്റിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുക. നമ്മൾ ഇപ്പം ആമസോണിലൊക്കെ ആണെങ്കിൽ, ആമസോണിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ആമസോണിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്യാം. ഇതാണ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. Ctrl+C. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ സിമ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് മാറ്റിയിട്ട് നിങ്ങൾ എക്സ്റ്റേണൽ ഓർ അഫിലിയേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് URL കൊടുക്കും. ഈ പ്രോഡക്റ്റ് URL ആണ് നമ്മുടെ അഫിലിയേറ്റഡ് ലിങ്ക്. അപ്പോൾ നമുക്ക് ആ അഫിലിയേറ്റഡ് ലിങ്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അഫിലിയേറ്റഡ് ലിങ്കിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ആമസോണിൻ്റെ അഫിലിയേറ്റഡ് ലിങ്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ടുള്ളൊരു പേജിൽ പോകും. അവിടെ നിങ്ങൾക്ക് ലിങ്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ലിങ്കായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ്, ഒരു പ്രോഡക്റ്റ് ഇമേജും ഇതൊക്കെ ആയിട്ട് നിങ്ങൾ കാണിക്കും. ഇതാണ്. അപ്പോൾ ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും. ഇപ്പോൾ എൻ്റെ പേര് ഇതിൻ്റെ അകത്ത് കാണും. ഓക്കെ, വൈറൽ മാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കിൽ കാണും. ഇതാണ്ട് ഇത് കണ്ടോ, നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ വൈറൽ മാക്സ് എന്ന് പറയുന്നൊരു ഇത് കണ്ടോ, ഇതാണ് എൻ്റെ അഫിലിയേറ്റ് ലിങ്കാണിത്. അപ്പോൾ ഞാൻ എന്തായാലും അത് കോപ്പി ചെയ്യാണ്. Ctrl+C. ദെൻ നമ്മളിവിടെ ആഡ് ന്യൂ പ്രോഡക്റ്റിൻ്റെ അടുത്ത് ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് URL കൊടുക്കുക. ഓക്കെ, അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞായിരിക്കും ബട്ടൺ വരുന്നത്. അപ്പോൾ റെഗുലർ പ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് പറയാം. റെഗുലർ പ്രൈസ് 31,900. അപ്പോൾ നമുക്ക് 31,900 കൊടുക്കാം. 31,900. ഓക്കെ, അപ്പോൾ സെയിൽ പ്രൈസ് നമുക്കൊരു 25 വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു ചുമ്മാതെ പറയില്ലേ. ഓക്കെ, എന്തായാലും നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി മറ്റുള്ളത് കണക്ക് തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ പ്രോഡക്റ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇതിൽ നിന്ന് കുറച്ച് കോപ്പി ചെയ്യാം. കോപ്പി. ഇവിടെ പ്രോഡക്റ്റിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഇമേജ് ആണ്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആ രണ്ട് ഫോട്ടോസും സേവ് ചെയ്തു. അപ്പോൾ സെറ്റ് പ്രോഡക്റ്റ് ഇമേജ്. അപ്പോൾ അതിനകത്ത് വീണ്ടും സെയിം നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. ഈ രണ്ട് ഇമേജ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഇമേജും വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഇമേജ് നമ്മൾ സെറ്റ് പ്രോഡക്റ്റ് ഇമേജ് ആക്കി. അതിനുശേഷം പ്രോഡക്റ്റ് ഗാലറി നമ്മൾ ഇത് രണ്ടും കൊടുക്കുകയാണ് പ്രോഡക്റ്റ് ഗാലറിയിലേക്ക്. ഓക്കെ, രണ്ട് പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു കാറ്റഗറി കൂടെ ഉണ്ടാക്കണം. ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺസ് എന്ന് വയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഐഫോൺ എന്ന് തന്നെ കൊടുക്കാം. ഐഫോൺസ് കൊടുത്തു. ആഡ് ന്യൂ കാറ്റഗറി ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഫോൺസ് എന്ന് പറയുന്നൊരു കാറ്റഗറി കൊടുത്തു. അതിനുശേഷം പബ്ലിഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പ്രോഡക്റ്റുകൾ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഇലക്ട്രോണിക്സിൽ തന്നെയാണ്. ഒന്ന് ഫോൺസിലും ഒന്ന് ഷേവറിലുമാണ് കൊടുത്തത്. ഇനി നമുക്ക് എന്തായാലും നമുക്ക് ഷോപ്പ് ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ രണ്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്തു. രണ്ട് പ്രോഡക്റ്റും സെയിലാണുള്ളത്. ഒരെണ്ണം ബൈ പ്രോഡക്റ്റ്, ഒരെണ്ണം ആഡ് ടു കാർട്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒന്ന് നമ്മുടെ തന്നെ സ്വന്തം പ്രോഡക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ആഡ് ടു കാർട്ട് ഡയറക്റ്റ് വരുന്നു. ഇവിടെ ബൈ പ്രോഡക്റ്റ് വരുന്നു. ബൈ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ആമസോണിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ്. കണ്ട, ബൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നേരെ അത് ആമസോണിലേക്ക് പോകും. അതല്ല ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. 25,000 റുപ്പീസിനാണ് സെയിൽ. പിന്നെ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാലോ ഡയറക്റ്റ് ആമസോണിലേക്ക് പോകും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാർട്ടിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ട് പ്രോഡക്റ്റും. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാറ്റഗറീസ് ആഡ് ചെയ്യുക. ഓക്കെ, ഒരുപാട് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുക. പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തതിന് ശേഷം മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ, ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. ഇവിടെ നമുക്ക് ഒരു പേജ് ഉണ്ടാക്കണം. കാരണം നമ്മളെ മെയിൻ പേജ് ഏതാണ്, ഈ ഫ്ലിപ്കാർട്ട് പോലെ എല്ലാം കാണിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പ്രോഡക്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെയിൻ ഒരു പേജ് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ
ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആഡ് ന്യൂ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഹോം പേജാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മളിതിന് ഹോം പേജ് എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ടെംപ്ലേറ്റ് എന്നുള്ളത് ഫ്രണ്ട് പേജ് കൊടുക്കുക. ഓക്കെ, ഫ്രണ്ട് പേജ്. ഓക്കെ, അത് സെലക്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. ടെംപ്ലേറ്റ് എന്നുള്ളത് ഫ്രണ്ട് പേജ് ആക്കുക. ഓക്കെ, അതിനുശേഷം പബ്ലിഷ് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ തിരിച്ച് വന്നിട്ട് താഴെ ഇവിടെ അപ്പിയറൻസിൽ നോക്കുക, അല്ല സെറ്റിങ്സിൽ റീഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് പേജ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഹോം പേജ് എന്ത് ചെയ്യുക, നമ്മൾ ഹോം പേജ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചേഞ്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ചാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാം കാലിയായിട്ടുണ്ട്. ഫുൾ വിഡ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫുൾ വിഡ്ത്തായിട്ട് നമുക്ക് കിട്ടി. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചേഞ്ച് ചെയ്യണം. ഇനി ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റണം. ഇപ്പോൾ ഫുൾ വിഡ്ത്തായിട്ടുള്ള ഒരു സംഭവം കിട്ടി. അതായത് ഇനി നമുക്കിവിടെ ഓരോരോ പേജും കാര്യങ്ങളും ഓരോരോ പ്രോഡക്റ്റ് കാറ്റഗറികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ ഇങ്ങനെ പെട്ടെന്നോട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പെട്ടെന്നോട്ടെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് ഞാനിത് ഒരു പ്രാവശ്യം ചെയ്ത് കാണിച്ചിട്ട്, ഇത് പെട്ടെന്നോട്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നത് വളരെ താമസമാണ്, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സമയം കിട്ടാതെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ മെനൂസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മെനു മാറ്റാം. വിഡ്ജറ്റ്, ഹെഡർ ഓപ്ഷൻ. ഓക്കെ, ഹെഡർ ഓപ്ഷൻ, വെബ് പേജ് ലേഔട്ട് ഓപ്ഷൻ, മെയിൻ ബാനർ സെക്ഷൻ ഏരിയ. മെയിൻ ബാനർ സെക്ഷൻ ഏരിയ ഇവിടെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ മാത്രം മതിയാവും. ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യില്ല, പോസ്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഞാനും കുറേ കാറ്റഗറികളും പ്രോഡക്റ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതെന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ റീഡിംഗ് ഓപ്ഷനാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റിൻ്റെ അകത്ത് കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാറ്റഗറികൾ കൊടുക്കാം. ഇപ്പോൾ ഒരു കാറ്റഗറി നമുക്കിപ്പം ആൾറെഡി നമ്മൾ കൊടുത്തു, ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളാണ് നമ്മൾ 2 ആഡ് ചെയ്തത്. അപ്പോൾ 2 ഓക്കെ, ഞാനൊരു ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ആഡ് ന്യൂ കാറ്റഗറി കൊടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്ക് ആ ഒരു കാറ്റഗറി ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് കാറ്റഗറീസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് നോക്കുക, ഓൺലൈനിൽ ഇലക്ട്രോണിക്സ്, ടി വി ആൻഡ് അപ്ലയൻസസ്, മെൻ, വുമൺ, ബേബി ആൻഡ് കിഡ്സ്, അങ്ങനെ ഹോം ആൻഡ് ഫർണിച്ചർ, സ്പോർട്സ്, ബുക്സ് ആൻഡ് മോർ, ഓഫർ സോൺ, അങ്ങനെ ഇത്രയും ഇതുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾക്കും ഇവിടെ കാറ്റഗറീസ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് ഷേവർ, ഐഫോൺ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇലക്ട്രോണിക്സിനകത്ത് കൊടുക്കാൻ പറ്റും. മെൻസിൻ്റെ അകത്താണെങ്കിൽ ഷൂസ്, ക്ലോത്തിങ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾ അഫിലിയേറ്റഡ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ സ്വന്തം സ്റ്റോറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഇതേ കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ 3rd പാർട്ട് വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക് യു വെരി മച്ച്.